ഇന്ന് നമ്മുടെ നാട്ടിൽ പല വീടുകളിലും നായയെ വളർത്തുന്ന പതിവ് വളരെ കൂടിയിട്ടുണ്ട്. പലർക്കും നായ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. പക്ഷേ നായയെ വളർത്തിയാൽ മാത്രം പോരാ, അതിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മറ്റൊരാൾക്ക് അപകടമുണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് ഉടമയുടെ ഉത്തരവാദിത്തമാണ്. നായ ഒരാളെ കടിച്ചിട്ട് എൻ്റെ നായ സാധാരണ ആരെയും കടിക്കാറില്ല, അവൻ ശാന്തനായ നായയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചെറിയ അശ്രദ്ധ പോലും ഉടമയ്ക്കെതിരെ പോലീസ് കേസും ഒപ്പം ജയിൽ ശിക്ഷയും അതിനൊപ്പം വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യവും ഉണ്ടാകുന്നതിന് കാരണമാകാം. പ്രത്യേകിച്ച് കുട്ടികളെയോ പ്രായമായ ആളുകളെയോ ആക്രമിച്ചാൽ കേസ് കൂടുതൽ ഗുരുതരമാകാം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ലളിതമായി നോക്കാൻ പോകുന്നത് നായ ഒരാളെ കടിച്ചാൽ ഉടമയ്ക്ക് എന്ത് നിയമബാധ്യത വരും, പോലീസ് കേസ് എങ്ങനെ വരും, നഷ്ടപരിഹാരം എങ്ങനെ ചോദിക്കാം, പരിക്കേറ്റ ആൾ എന്ത് ചെയ്യണം, നായയെ വളർത്തുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. ഒരു നായ പുറത്തു വെച്ച് ഒരാളെ കടിച്ചാൽ നിയമം ആദ്യം നോക്കുന്നത് നായ മറ്റൊരാളെ ആക്രമിക്കാതിരിക്കാൻ ഉടമ വേണ്ട മുൻകരുതൽ എടുത്തിരുന്നോ എന്നാണ്. നായയുടെ കഴുത്തിൽ തുടലുണ്ടായിരുന്നോ, ഉടമയ്ക്ക് നായയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നോ, നായയ്ക്ക് മുൻപ് ചാടിക്കടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ, അത് ഉടമയ്ക്ക് അറിയാമായിരുന്നോ, ആളുകൾ പോകുന്ന സ്ഥലത്ത് സുരക്ഷയോടെ കൊണ്ടുപോയോ, ഇതൊക്കെയാണ് നിയമം നോക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിൽ മൃഗങ്ങളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൈവശമുള്ള ഒരു മൃഗം മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടായിട്ടും അതിനെ തടയാൻ വേണ്ട ജാഗ്രത എടുത്തില്ലെങ്കിൽ അത് നിയമപ്രശ്നമായി മാറും എന്നാണ് ഈ നിയമം പറയുന്നത്. ഈ തരത്തിലുള്ള കേസുകളിൽ ജയിൽ ശിക്ഷയും പിഴയും രണ്ടും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നായയുടെ ആക്രമണം ചെറിയ മുറിവിൽ അവസാനിക്കില്ല. ഒരാൾക്ക് വീണ് തലയ്ക്ക് പരിക്ക് പറ്റാം, കുട്ടിക്ക് മുഖത്ത് ഗുരുതര മുറിവ് വരാം, പ്രായമായ ആളുകൾക്ക് എല്ല് പൊട്ടാം, സ്ഥിരമായ ആരോഗ്യ പ്രശ്നം വരെ സംഭവിക്കാം. അത്തരത്തിൽ ഒരാൾക്ക് അപകടകരമായ പരിക്കുണ്ടായാൽ കൂടുതൽ കർശനമായ നിയമ നടപടികൾ വരാം. പ്രത്യേകിച്ച് ഗുരുതര പരിക്ക്, സ്ഥിരമായ വൈകല്യം, വലിയ ശസ്ത്രക്രിയ, മുഖത്ത് പാട്, കണ്ണിനോ ശരീരഭാഗങ്ങൾക്കോ കേടുപാട് എന്നിവ വന്നാൽ കേസ് കൂടുതൽ ശക്തമാകും. നായ കടിച്ച കേസിൽ പോലീസ് വെറും വാക്ക് കേട്ട് കേസെടുക്കില്ല. അവർ തെളിവ് നോക്കിയാണ് കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർ സാധാരണ നോക്കുന്നത് ആശുപത്രി രേഖ, മുറിവിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നായ കടിച്ച ഭാഗത്തിൻ്റെ ചിത്രം, സംഭവം കണ്ട ആളുകളുടെ മൊഴി, സമീപത്തെ ദൃശ്യരേഖ, നായ്ക്ക് തുടലുണ്ടായിരുന്നോ, ഉടമയ്ക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നോ, നായ്ക്ക് കുത്തിവയ്പ് എടുത്തിട്ടുണ്ടോ, മുമ്പും പരാതി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ്. ഉദാഹരണത്തിന്, ഒരു പൊതുസ്ഥലത്ത് തുടലില്ലാതെ നായയെ കൊണ്ടുവന്നു, കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് സ്വതന്ത്രമായി വിട്ടു, വീട്ടിലേക്ക് സാധനം കൊണ്ടുവന്ന ആളെ കടിച്ചു, റോഡിലൂടെ നടന്നു പോകുന്ന ആളെ ചാടി വീഴ്ത്തി. ഇങ്ങനെയായാൽ ഉടമയുടെ അശ്രദ്ധ തെളിയിക്കാൻ വളരെ എളുപ്പമാവും. പോലീസ് കേസ് മാത്രമല്ല, നായ കടിച്ചാൽ ഉടമയ്ക്ക് വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ട സാഹചര്യം പോലും വരാം. ഇത് സർക്കാർ കൊടുക്കുന്ന ശിക്ഷയല്ല, പരിക്കേറ്റ ആൾ കോടതിയിൽ പോയി ഉടമയിൽ നിന്ന് നേരിട്ട് ആവശ്യപ്പെടുന്ന പണമാണ്. എന്തിനൊക്കെ പണം ചോദിക്കാമെന്ന് നോക്കിയാൽ ആശുപത്രി ചെലവ്, മരുന്ന് ചെലവ്, കുത്തിവയ്പ് ചെലവ്, ജോലിക്ക് പോകാനാകാതെ വന്ന നഷ്ടം, വേദനയും ബുദ്ധിമുട്ടും, കുട്ടിക്ക് ഉണ്ടായ മാനസിക പേടി, സ്ഥിരമായ മുറിവിൻ്റെ പാട്, ശസ്ത്രക്രിയാ ചെലവ് എന്നിവയ്ക്കെല്ലാം നഷ്ടപരിഹാരം ചോദിക്കാം. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വളർത്തുനായ്ക്ക് ലൈസൻസ് എടുക്കേണ്ട നിയമം നിലവിലുണ്ട്. അതുപോലെ നായയ്ക്ക് കൃത്യമായ കുത്തിവയ്പ് എടുത്തിരിക്കണം. പൊതുസ്ഥലത്ത് നായയെ ഇറക്കുമ്പോൾ തുടലിടണം. ആക്രമണ സ്വഭാവമുള്ള നായയാണെങ്കിൽ വായ്ക്കവചം ഉപയോഗിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. ഫ്ളാറ്റ്, പാർക്ക്, നടപ്പാത, കുട്ടികൾ കളിക്കുന്ന സ്ഥലം എന്നിവ ഉടമയുടെ സ്വകാര്യ സ്ഥലമല്ല, അത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് പൊതുസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തം പാലിക്കണം. ചില സാഹചര്യങ്ങളിൽ ഉടമയുടെ നിയമബാധ്യത കൂടുതൽ ശക്തമാകും. ഉദാഹരണത്തിന്, കുട്ടിയെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ പ്രായമായ ആളെ വീഴ്ത്തിയാൽ, അല്ലെങ്കിൽ സാധനം കൊണ്ടുവന്ന ആളെ കടിച്ചാൽ, അല്ലെങ്കിൽ കടിച്ച ശേഷം ഉടമ സഹായിക്കാതിരുന്നാൽ, നായയ്ക്ക് കുത്തിവയ്പ്പെടുത്ത രേഖ കാണിക്കാതിരുന്നാൽ, മുൻപും പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ കേസ് കൂടുതൽ ഗുരുതരമാക്കും. ഇങ്ങനെ ആയാൽ അതൊരു അപകടം മാത്രമല്ല, മുന്നിൽ കാണാവുന്ന അപകടം അവഗണിച്ചതാണ് എന്ന നിലയിൽ നിയമം കൂടുതൽ കർശനമായി കാണും. ഇനി കടിയേറ്റ ആൾ ഉടൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. നായ കടിച്ചാൽ ആദ്യം ആശുപത്രിയിൽ പോകണം, വേണ്ട കുത്തിവയ്പ് എടുക്കണം, മുറിവിൻ്റെ ചിത്രം എടുക്കണം, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിനുശേഷം ഉടമയുടെ പേര്, വിലാസം എന്നിവ ശേഖരിക്കണം. സംഭവം കണ്ട ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കണം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കണം. നായയ്ക്ക് കുത്തിവയ്പ് എടുത്ത രേഖ ചോദിക്കണം. പിന്നെ പോലീസിൽ പരാതി നൽകണം. ആദ്യ ദിവസം തെളിവ് സൂക്ഷിക്കാതിരുന്നാൽ പിന്നീട് കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ നായ പുറത്ത് വെച്ച് ഒരാളെ കടിച്ചാൽ ഉടമയ്ക്കാണ് പൂർണ്ണ നിയമബാധ്യത. അതുകൊണ്ട് നായയെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തുടലിടുക, നിയന്ത്രണത്തിൽ വയ്ക്കുക, ആളുകൾക്കിടയിൽ ജാഗ്രത പാലിക്കുക, ആക്രമണ സ്വഭാവം അവഗണിക്കരുത്. കാരണം സ്നേഹത്തോടെ വളർത്തിയ നായ തന്നെ നിയമപ്രശ്നമായി മാറാൻ അധിക സമയമെടുക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള നിയമവിവരങ്ങൾ ലളിതമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.